കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളെ കാണാൻ വരുന്നുള്ളത്. അവിടെ ഒരു ദുരഭിമാനക്കൊല. കുറെ കാലത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്നുള്ള ഇത്തരം ഒരു വാർത്ത കേൾക്കുന്നത്. വലിയ രീതിയിൽ ചർച്ചയായിട്ടൊന്നുമില്ല ഈ ഒരു കൊലപാതകം എന്നുള്ളത്. പക്ഷെ എങ്കിൽ പോലും അവിടെ നിന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അത് അവിടെ നടന്ന ഒരു കൊലപാതകം, ഒരു യുവാവിന്റെ കൊലപാതകം, അത് ദുരഭിമാന കൊലയായിരുന്നു. കാമുകിയുടെ അച്ഛൻ അവരുടെ പ്രണയം മൂലം മകളുടെ കാമുകനെ കൊന്നതാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ്. അതായിരുന്നു അതിന് കാരണം എന്നുള്ള രീതിയിലുള്ള ഇത്തരം ഒരു ദുരഭിമാന കൊലയാണ് സംഭവിച്ചത് എന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആദ്യം വാർത്ത കാണാം, എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. കൊല്ലം ഇരട്ടക്കടയിൽ മകളുടെ ആൺ സുഹൃത്തിനെ അച്ഛൻ കുത്തിക്കൊന്നത് ദുരഭിമാന കൊലയെന്ന് കുടുംബം. പെൺകുട്ടിയുടെ മുന്നിലാണ് അരുണിനെ കുത്തിയതെന്ന് ദൃക്സാക്ഷി വെളിപ്പെടുത്തി. കസ്റ്റഡിയിലുള്ള പ്രതി പ്രസാദിന്റെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. പത്തൊൻപത് വയസ്സുള്ള അരുണിനെ പെൺസുഹൃത്തിന്റെ അച്ഛൻ പ്രസാദ് കുത്തിക്കൊന്നത് ദുരഭിമാനക്കൊലയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എപ്പോഴും എന്നോട് സംസാരിച്ചപ്പോൾ 2 പ്രാവശ്യം സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, എങ്ങനെ ശരിയാവും, നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, ഞാൻ ഹിന്ദു ആണ്. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുമോ മുക്കുവര്, ഈ മുക്കുവർക്ക് എന്താണ് കുഴപ്പം, മനുഷ്യരല്ലേ. അരുണും മകളും തമ്മിലുള്ള ബന്ധം പ്രസാദ് എതിർത്തിരുന്നു. പലപ്പോഴും ഇവർ തമ്മിൽ തർക്കവുമുണ്ടായി. ബന്ധുവീട്ടിലേക്ക് അരുണിനെ വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. സംസാരമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉന്തും തള്ളുമായപ്പോഴാണ് നാഗത്തോട്ട് പോയത്. അകത്തോട്ട് രണ്ടുപേരെയും പിടിച്ച് മാറ്റി നിർത്താൻ നോക്കി. എന്നിട്ടും അയാൾ ചാടി അവൻ്റെ നേരെ പോകുന്നുണ്ട്. പിടിച്ച് മാറ്റി എന്നെ തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ എവിടുന്ന കത്തിയെടുത്തതെന്ന് ഞാൻ കണ്ടില്ല. കത്തിയെടുത്ത് ആദ്യം കുത്താൻ പോയപ്പം കത്തി വെച്ച കൈ ഞാൻ പിടിച്ച് ബാക്കിലോട്ടാക്കി. അപ്പോൾ അത് വെച്ച് എന്നെ കുത്താൻ വന്ന് ഞാൻ മതിലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കുത്തിക്കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അവനെ കുത്തിക്കഴിഞ്ഞു. വീട്ടുകാർ അവരുടെ വീട്ടിൽ 2 പേരുണ്ടായിരുന്നു, അവരാരും ഒന്നും ചെയ്തില്ല. കത്തിയെടുക്കുന്ന കണ്ടിട്ടില്ല അവരാണെങ്കിൽ. പ്രസാദ് മുൻപൊരിക്കൽ അരുണിന്റെ വീട്ടിലെത്തി കുടുംബത്തെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും പ്രതി വീട്ടിലെത്തി അരുണിനെ കാണണമെന്നാവശ്യപ്പെട്ടതായി പിതാവ് പറയുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്ത് വന്ന് അന്വേഷിച്ചാൽ അറിയാം ഇയാൾ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കി. ഞാൻ എൻ്റെ മോൻ്റെ കൂട്ടുകാരെ വിളിച്ച് അങ്ങനെ പറഞ്ഞ് വിളിയിപ്പിച്ചതാണത്. ഇരിപ്പിൽ ഇവന് ചില സമയത്ത് നല്ല സ്വഭാവം, ചില സമയത്ത് കാര്യം വെച്ചാൽ കള്ളു പിടിച്ചു കഴിഞ്ഞാൽ ഇവനങ്ങ് മാറ്റി പറയും. വിദേശത്തേക്ക് ജോലിക്ക് പോയ അരുണിനെ പെൺകുട്ടിയാണ് നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് കുടുംബം. അതേസമയം മകളെ അരുൺ ശല്യം ചെയ്തെന്നാണ് പ്രസാദ് പോലീസിന് നൽകിയ മൊഴി. വിളിച്ചു വരുത്തി ആലോചിച്ച് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ അവർ സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1. ഓക്കെ, മീഡിയ 1 ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം ഒരു സംഭവം പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഏത് രീതിയിലാണെങ്കിലും വിദേശത്ത് പോയ യുവാവായിരുന്നു, അവിടെ നിന്ന് വിളിച്ചു വരുത്തി എന്നുള്ള രീതിയിലുള്ള യുവാവിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും അയാള് കൃത്യം നടത്തിയ പെൺകുട്ടിയുടെ അച്ഛൻ മദ്യപാനിയായിരുന്നെന്നും അതിനുശേഷം അയാൾക്ക് കാര്യങ്ങൾ കൈവിട്ട കളിയാണ് കളിക്കാറുള്ളതും എന്നുള്ള രീതിയിലുള്ള കമന്റുകളും നമ്മൾ കണ്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു പ്രണയത്തിന്റെയോ അല്ലെങ്കിൽ പ്രേമത്തിന്റെയോ പേരിലൊക്കെ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തുക, അതൊരു ദുരഭിമാന കൊലയായി ഈ കാലഘട്ടത്തിലും നടത്തുക എന്നുള്ളത് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ മക്കൾ സഞ്ചരിക്കുമ്പോൾ അത് കത്തിയെടുത്ത് കൊന്ന് അല്ലെങ്കിൽ വേറെതെങ്കിലും രീതിയിൽ തീർക്കുന്ന രീതി എന്നുള്ളത് ഇന്നത്തെ കാലത്തും അവലംബിക്കുന്നു എന്നുള്ളത് ഈ അവസ്ഥയെപ്പറ്റി പരിതാപകരം എന്നേ പറയാൻ പറ്റൂ. ഇത്തരം മനുഷ്യ ചിന്തകളിൽ ഉടലെടുക്കുന്ന തെറ്റായ പ്രവണതകൾ, തെറ്റായ തീരുമാനങ്ങളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളത്. സ്വാഭാവികമായിട്ടും പ്രായപൂർത്തിയാകുന്നത് വരെയാണ് മക്കളിലുള്ള മാതാപിതാക്കളുടെ അവകാശങ്ങൾ നിഷ്പക്ഷിതമായിരിക്കുന്നത്. അതിനുശേഷം പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലാണോ എന്ന് ചോദിച്ചാൽ പുതിയ ലോകക്രമത്തിൽ, ആധുനിക ലോകത്ത് അവരുടെ കയ്യിലല്ല. കാരണം നമ്മുടെ പുതിയ തലമുറയുടെ ലോകം എന്നുള്ളത് അത് വ്യത്യസ്തമാണ്. അവരുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ പറയുന്ന കാര്യത്തിൽ അവർ അത്തരം കാര്യത്തിൽ കൂടുതൽ ബോധേഡ് ആണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം
ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവർ ആ പഴയ കാലഘട്ടത്തിന്റെ പ്രതിനിധികളായതുകൊണ്ട് തന്നെ വൈകാരികമായിട്ട് പലപ്പോഴും പ്രതികരിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ വേദനാജനകവും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായും കുടുംബത്തിന് സമാധാനം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.